ശ്രീകാന്ത് അറിയിക്കുന്നത്. തൃശൂർ പൂമരയിൽ വീട് ജപ്തി ചെയ്യാനെത്തിയ കേരള ബാങ്ക് ഉദ്യോഗസ്ഥർ മടങ്ങി. കുടുംബത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടികൾ പൂർത്തിയാക്കാതെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നത്. പരേതനായ തോമസ് ടിജയുടെ വീട് ജപ്തി ചെയ്യാനായിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയത്. സൂരജ് സജ്ജ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, ആ കുടുംബം ആത്മഹത്യാ ഭീഷണി മുടക്കിയ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നിരിക്കുന്നത്. സൂരജ്, ഉന്മേഷ്, തീർച്ചയായും ഈ സർഫാസി നിയമം അനുസരിച്ച് ഈ കോടതി ഉത്തരവോടുകൂടിയാണ് ഈ കാണുന്ന വീട് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി കേരള ബാങ്കിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കാനായി ഇവരോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ കുടുംബം ഒരു തരത്തിലും അതിന് തയ്യാറല്ലായിരുന്നു. തങ്ങൾക്ക് കയറിക്കിടക്കുന്നതിന് മറ്റൊരു ഇടമില്ല, അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പോലീസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഇവർ വീടിനകത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇതോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായി നാട്ടുകാർ വിവിധ പൊതുപ്രവർത്തകരും അടക്കം എത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ബാങ്ക് നടപടികൾ നിർത്തിവെച്ച് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷെ അവർ പറയുന്നത് 23-ാം തീയതി ഈ വിധി കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോടതിയെ അറിയിക്കും. അതിന്റെ പശ്ചാത്തലം അടക്കം വിവരിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം കോടതി പറയുന്നതനുസരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ 14 ലക്ഷം രൂപയായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് 44 ലക്ഷം രൂപയുടെ ബാധ്യത മാറുകയും ചെയ്തു. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തുക അടച്ചു തീർക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെ ഈ പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സുമനസ്സുകളുടെ അടക്കം ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾ കൂടി ചേരുകയാണ്. എന്താ ചേച്ചി സംഭവിച്ചതെന്നിപ്പോ? ഇന്ന് കേരള ബാങ്കിന്റെ ജപ്തി നടപടികളായിട്ട് ബാങ്കിന്റെ ഉദ്യോഗസ്ഥരും പിന്നെ അഡ്വക്കേറ്റ് കമ്മീഷണറും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാങ്കിൻ്റെ ഒരു വക്കീലും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ രണ്ടുപേരും ബാങ്കിൻ്റെ സ്റ്റാഫുകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ അറിയിച്ചപ്പോൾ ഞങ്ങൾ വന്നു. മമ്മി വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. മമ്മിയുടെ നിന്ന് താക്കോൽ വാങ്ങിച്ച് അവർ തുറന്നു. മനഃപൂർവ്വം ഞങ്ങൾ എന്തായാലും ഒഴിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒഴിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഫോഴ്സിനെ വെച്ചിട്ട് ഒഴിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഇപ്പോൾ നിവൃത്തിയില്ല, എത്ര വലിയ എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പോകാനായിട്ട് വേറെ ഇടമില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കൂടുതൽ ഫോഴ്സിന് വന്നിട്ട് ഒഴിപ്പിക്കും അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ മമ്മി വയ്യാതിരിക്കുന്ന ആളാണ്. ഇവരെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്. അപ്പോൾ ഇപ്പോൾ അവർ മടങ്ങിപ്പോയിട്ടുണ്ട്. 23-ന് കോടതിയിൽ ഉണ്ട്. അതിനുശേഷം എത്ര രൂപ അടയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്? 35 ലക്ഷം രൂപ അടയ്ക്കാനാണ്. 44 ലക്ഷം ആണെങ്കിലും 35 അടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ പുറമേ നിന്നുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ആളുകളുടെ കടം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ വീട് വിറ്റ് കടം വീട്ടാൻ നടത്തിയെടുക്കാൻ സമ്മതിക്കാതിരുന്നിട്ടുള്ളത്. പൈസ കണ്ടെത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിയണ കാര്യമല്ല, ഞങ്ങളൊക്കെ കൊണ്ട് കുട്ടിയെ കൂടുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മനഃപൂർവ്വം ആരുടെയും പൈസ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആണെങ്കിലും പപ്പ ബാങ്കിലെ സ്റ്റാഫായിരുന്നു, കൊടുക്കാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പറ്റണില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് ഉന്മേഷ്. അതായത് ഈ ഇവരുടെ പപ്പയായിരുന്നു ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പലിശ കെണിയിൽ പെട്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പലപ്പോഴായി പലിശയ്ക്ക് പണം എടുത്തു. ആ പണം കൊടുക്കാതാകുമ്പോൾ കൂടുതൽ ആളുകളെ പലിശയ്ക്ക് പണം വാങ്ങുന്നതിന് വേണ്ടി ആ പണം കൊടുക്കാൻ വേണ്ടി സമീപിക്കുന്നു. അങ്ങനെ ഈ പലിശക്കെണിയിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ ലോൺ ഉൾപ്പെടെ അടച്ചു തീർക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വലിയ ബാധ്യതയിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ 23-ാം തീയതി കോടതി വിവരം ധരിപ്പിക്കുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ബാങ്ക് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ ഈ 35 ലക്ഷം രൂപ എന്നൊരു വലിയ തുക എങ്ങനെ കണ്ടെത്തണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബമുള്ളത്. ഉന്മേഷ്, സൂരസജ്ജിയാണ് ആ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റു വഴികളില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്.